ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. സമുദ്ര റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്തോ ഒരു ചിന്തയിലാണ്. ക്യാമറ കണ്ട സ്ഥിതിക്ക് ഒന്ന് ചിരിച്ചേക്കാം, കൂടെ കുറച്ച് ക്യൂട്ട്നെസ്സും കൂടെ. അവിടുത്തെ ടി വിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് ചില്ലിയടാ. ഇതെൻ്റെ കസിൻ അമലാണ് കേട്ടോ. പിന്നെ ദിയയും അമലിൻ്റെ സിസ്റ്ററായ അസ്വയും ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഊണ് വന്നു. ഇതിൽ ചോറ് എവിടെയെന്ന് ആരും ചോദിക്കരുത്, അത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറികൾ എന്ന് പറയുന്നത് അത് എരിശ്ശേരി, പിന്നെ തോരൻ, ഇത് മീൻ പീര, മാങ്ങാച്ചാറ്, പിന്നെ പുളിയിഞ്ചി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി, പിന്നെ പപ്പടം. പിന്നീടാണ് കേട്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചതും സാലഡും പായസവും ഒക്കെ വന്നത്. പിന്നെ ഈ മീനിൻ്റെ പേരാണ് കാളാഞ്ചി. എല്ലാവരുടെയും നാട്ടിൽ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. നല്ല മസാലയൊക്കെ തേച്ച് വാഴയിലക്കകത്ത് പൊതിഞ്ഞാണ് കേട്ടോ അവർ പൊള്ളിച്ചെടുത്തത്. പിന്നെ സാലഡിനകത്ത് ഉള്ളി, തക്കാളി, പിന്നെ നാരങ്ങയുടെ ഒരു ചെറിയ പീസും ഉണ്ടായിരുന്നു. ആ നാരങ്ങയുടെ ചെറിയ പീസ് എടുത്ത് ആ മീനിൻ്റെ മണ്ടയ്ക്ക് നല്ലപോലെ അതിൻ്റെ നീരൊഴിച്ചു കൊടുത്തു. പിന്നെ കറിവേപ്പിലെല്ലാം മാറ്റി ആ മസാലയോട് കൂടി ആ മീനൊന്ന് പിച്ചെടുക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നല്ല ചൂടായിരുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ ചൂടൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് പിച്ചിയെടുത്ത് ചൂടോടെ വായിക്കത്തൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പായസവും കുടിച്ചു. പിന്നെ ഇങ്ങനെയാണ് സമുദ്ര റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രി ഒക്കെ. ഭയങ്കര അടിപൊളിയാണ്. ഈ രണ്ട് ചേച്ചിമാരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു ഫ്ലവറിൻ്റെ പെയിൻറ്റിങ്, പിന്നെ ഈ ഒരു ഫോട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു അടിപൊളി സൺസെറ്റിൻ്റെ പിക്ചർ, പിന്നെ അവിടെ ഒരു ഇതേപോലെ ഒരു ആർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അടിപൊളി ലൈറ്റ്. ആർട്ടിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഗണപതി ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ സമുദ്രയിൽ ഊണൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.